അങ്ങനെ കറുപ്പ് സിനിമ കണ്ടു. നമ്മുടെ RJ ബാലാജി സൂര്യ കോമ്പയിലിടുന്ന സിനിമയാണ്. സൂര്യ കുറെ നാൾക്ക് ശേഷം തിരിച്ചുവരവാകും എന്ന് ഫാൻസും എല്ലാവരും നല്ല രീതിക്ക് പ്രതീക്ഷിക്കുന്ന ഒരു പടമാണ് കറുപ്പ്. നമ്മുടെ തൃശ്ശയുണ്ട്, മ്യൂസിക് ആയിട്ടുള്ള സായ ബിങ്കർ. എൻ്റെ മോനെ, പുള്ളിയാണ് സിനിമ. ആ സിനിമ കൊണ്ടുപോകുന്ന തന്നെ പുള്ളിയാണ്. എന്ത് കിടില മ്യൂസിക്കാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. അത്രയും കിടില മ്യൂസിക്കാണ് ആ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. സൂര്യയുടെ ഇൻട്രോ ആണെങ്കിലും സൂര്യ കാണിക്കുന്ന ടൈമിലൊക്കെ പുള്ളി കൊടുത്തിരിക്കുന്ന ഒരു മ്യൂസിക് ഉണ്ട്. എൻ്റെ മോനെ, ഒന്നും പറയാനില്ല. ടോപ്പ് നോച്ച്. ഒന്നും പറയാനില്ല. ഒരു ടൈമിലൊക്കെ അനിരുദ്ധ് ചില സിനിമകളിലൊക്കെ ഒരു ബൂസ്റ്റപ്പ് ചെയ്യുമായിരുന്നു. ചില സിനിമകളെ പുള്ളിയുടെ ഒരു കഴിവുകൊണ്ട് ആ സിനിമ ഒരു ബൂസ്റ്റപ്പ് ആവുമായിരുന്നു. ആ സിനിമയ്ക്ക് ആ ഒരു പവർ കിട്ടുമായിരുന്നു. അതേപോലെ ഈ കറുപ്പ് സിനിമയ്ക്കും സായി അഭ്യങ്കർ മ്യൂസിക് ആ ചെറുക്കൻ പൊളിച്ചു. ഒരു രക്ഷയില്ല. പിന്നെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ എനിക്കൊരു ജസ്റ്റ് ഒരു ആവറേജ് ഫീലാണ് എനിക്ക് സിനിമ ഉണ്ടായത്. ഒരുപാട് കാരണങ്ങളുണ്ട് എനിക്ക് അങ്ങനെ തോന്നാനായിട്ട്. എസ്പെഷ്യലി സൂര്യയുടെ പെർഫോമൻസ്, സൂര്യയുടെ സ്ക്രീൻ പ്രസൻസ് എല്ലാം അടിപൊളിയായിരുന്നു. സൂര്യ അടിപൊളിയായിട്ട് എന്താ പറയുക, ഒരു ഫാൻസിനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ സാധനങ്ങൾ സിനിമയ്ക്കകത്തുണ്ട്. ആ ഒരു മ്യൂസിക്കിൽ പുള്ളി വരുന്നതാണെങ്കിലും പുള്ളിയുടെ ഒരു ഓറയാണെങ്കിലും പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും എല്ലാം അന്യായമായിരുന്നു. സൂപ്പറായിരുന്നു. എന്താ സ്ക്രീനിൽ കാണാൻ തന്നെ ഒരു ഭയങ്കര രസം ഉണ്ടായിരുന്നു, ഒരു ദൈവിക ഫീല്. ശരിക്കും പറയാമല്ലോ, സൂര്യ എൻ്റെ ഒരു ഈശ്വരനാണ്, ഒരു കറുപ്പ് സ്വാമി. എന്താ പറയുക, നമ്മൾ അറിയാമല്ലോ തമിഴ്നാട്ടില് ഒരു കറുപ്പ് സ്വാമി, ആ ഒരു നാട്ടിനൊരു ടൂർ കാവൽക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ദൈവം എന്തായാലും കാണും. തമിഴ്നാട്ടിൽ അങ്ങനെ ഉണ്ട്. അതിനെ വെച്ചാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. അതിന്റെ ആ ഒരു കറുപ്പ് സ്വാമിയാണ് സൂര്യ. അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ സിനിമയിൽ നിന്ന് കാണണം. ആ ഒരു കറുപ്പ് സ്വാമി, സൂര്യ ആ ഒരു ഈശ്വരനാണെന്ന് നമ്മൾ മൈൻഡിൽ ചിന്തിച്ച് ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഓക്കെയാണ്. അല്ലാതെ കണ്ടു കഴിഞ്ഞാൽ വെറും വേസ്റ്റ് പടമായിട്ട് നമുക്ക് തോന്നുള്ളൂ. ആ ഒരു മൈൻഡ് സെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. ബട്ട് എനിക്ക് എന്നാൽ പോലും കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള എനിക്ക് നല്ല രീതിക്ക് കുറച്ച് പ്രശ്നങ്ങൾ തോന്നി. അതിൻ്റെ അകത്തൊരു സംഭവം പറയുന്നുണ്ട്. ഒരു സ്ഥലത്തെ ഒരു ഈശ്വരൻ, ഒരു കറുപ്പ് സ്വാമി, ഒരു സ്ഥലത്തെ ഒരു ഈശ്വരൻ, ആ അത്രയും സ്ഥലം മാത്രമാണ് പുള്ളിയുടേത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈശ്വരന്റെ പവർ കുറയും എന്നൊക്കെ ഒരു സംഭവം എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എനിക്ക് അതിനോട് ഒട്ടും യോജിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം അത് മനുഷ്യന്മാരുണ്ടാക്കിയ സംഭവമാണ്. ഒരു സ്ഥലത്തിനൊരു ദൈവം, മറ്റൊരു സ്ഥലം പോകുമ്പോൾ അവിടെ വേറൊരു ദൈവമായിരിക്കും, കാവൽ കാക്കുന്ന ദൈവം. പക്ഷേ അതിന് ഈ ദൈവത്തിന് പവർ കുറയും, അല്ലെങ്കിൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു നിസ്സഹായാവസ്ഥയിൽ കാണിക്കുന്നത് എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കിയൊരു സംഭവമല്ലേ അങ്ങനെ ഒരു ഇത് വരുന്നത്. പക്ഷെ അതിനെ ഒരു സിനിമയ്ക്കകത്ത് വരുമ്പോൾ ലോജിക്കലി നോക്കണ്ട. അതാ ഞാൻ ലോജിക്കലി നോക്കണ്ടെന്ന് പറഞ്ഞാൽ സൂര്യ ഒരു ഈശ്വരനായിട്ട് അല്ലെങ്കിൽ ദൈവമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലോജിക്കലി നോക്കണ്ട. ശരിയാണ്, പുള്ളിയെ കൊണ്ട് ഇതൊക്കെ പറ്റും, പുള്ളിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പുള്ളിയെ കൊണ്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്ത നമുക്ക് മനസ്സിൽ വരണം. ഓർഡിനറി മാൻ ചെയ്യുന്നത് പോലെ ആയിരിക്കും ദൈവത്തിന് എന്തും പറ്റും. പക്ഷേ അത് ഒരു ദൈവത്തിന്റെ ഒരു എന്താ പറയുക, ഒരു ഡിവോഷണൽ സംഭവം എടുക്കുമ്പോൾ അത് വിശ്വാസികളും ഉണ്ട്, അവിശ്വാസികളും കാണും, വിശ്വാസം ഇല്ലാത്തവരും കാണും. എന്നാൽ പോലും അത് കൺവേ ആവുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിങ്ങനെയല്ല, അത് അങ്ങനെയാണെന്ന് പറയുമ്പോൾ അതിനോട് എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. ആ ഒരു സംഭവം എനിക്ക് അതിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ടാണ്, കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ്. പിന്നെ സെക്കൻഡ് ഹാഫിലെ കുറച്ച് സീൻസ് ഒന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല. കുറച്ച് സീനൊന്നും എനിക്ക് അങ്ങോട്ട് വർക്കാവാതെ പോയതുകൊണ്ട് ക്ലൈമാക്സും എനിക്ക് അത്യാവശ്യം അങ്ങോട്ട് വർക്കായില്ല. അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് പടമാണ്, ഒരു മാസ് മസാല, ഒരു പക്ക തമിഴ് മാസ് മസാല മൂവി. സൂര്യ കുറെ നാൾക്ക് ശേഷം നല്ലൊരു പടം ചെയ്തു എന്ന് വേണം പറയാം. കുറെ നാൾക്ക് ശേഷം ഫാൻസിന് വേണ്ടി, അല്ലെങ്കിൽ സൂര്യ ഒരു തിരിച്ചുവരവ് നടത്തിയെന്ന് പറയാം സിനിമ കണ്ടു കഴിഞ്ഞാൽ, ഓക്കെയാണ്. ബട്ട് എന്നാൽ പോലും കുറച്ചും കൂടെ സിനിമയ്ക്കകത്ത് കുറേ കൂടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതിനോട് എനിക്ക് കുറേ വിയോജിപ്പുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ സിനിമയ്ക്കകത്ത് കൊടുത്തിട്ടുള്ളതിൽ എനിക്ക് കുറച്ച് വിയോജിപ്പ്. പിന്നെ വില്ലനായിട്ട് RJ ബാലാജി എനിക്ക് അത്ര അങ്ങോട്ട് ഇമ്പാക്ട് തോന്നിയില്ല. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ. എൻ്റെ മോനെ, ഫസ്റ്റ് ഹാഫ് പുള്ളി തൂക്കി. അത്രയും കിടിലം പെർഫോമൻസ് ആയിരുന്നു. കുറച്ച് സീനേ ഉള്ളൂവെങ്കിലും ആ പെർഫോം ചെയ്ത് പൊളിച്ചു എന്ന് വേണം പറയാം. അത്രയും കിടിലമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിയാണ് ഫസ്റ്റ് ഹാഫിന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. അത്രയും കിടിലമായിട്ട് പെർഫോം ചെയ്തു. പിന്നെ ആദ്യമൊക്കെ RJ ബാലാജി നല്ല രീതിക്ക് വില്ലനായിട്ട് വരുമെന്നൊക്കെ പ്രതീക്ഷയാണ് സിനിമ തുടങ്ങിയത്. പക്ഷേ പിന്നെ അങ്ങോട്ട് വന്നപ്പോൾ സൂര്യയായിട്ടൊരു വില്ലനായിട്ട് RJ ബാലാജി അങ്ങോട്ട് പറ്റുന്നില്ല. കുറേ സീനൊക്കെ എത്തുമ്പോൾ ദൈവം മനുഷ്യൻ തമ്മിലുള്ള യുദ്ധം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു വാർ, അങ്ങനെയാണ് ആ സിനിമ പോകുന്നത്. പക്ഷെ അതുമായിട്ട് പറ്റുന്ന നമുക്ക് ആ ഒരു ഫീല് വരണ്ടേ, അല്ലെങ്കിൽ ഓക്കെ പുള്ളി വില്ലനാണ്, ദൈവമായിട്ട് അടിച്ചു നിൽക്കാൻ പറ്റും എന്നൊരു ഫീല് നമുക്ക് കിട്ടണ്ടേ. അത് RJ ബാലാജിയിൽ കിട്ടുന്നില്ല. അത് വേറൊരു സംഭവം. പുള്ളി വില്ലനായിട്ട് വരേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് എന്നാൽ പോലും നല്ലൊരു എന്റർടൈൻമെന്റ് പടം. നല്ല തിയേറ്ററിൽ പോയിരുന്ന് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂര്യയൊക്കെ സ്ക്രീനിൽ കണ്ട് നല്ല എൻജോയ് ചെയ്ത് സിനിമ കണ്ട്, ഒരു കാര്യം പറയല്ല, ഫാൻസിന് നെഞ്ച് വിരിച്ചിറങ്ങാം. സിനിമ കണ്ടിട്ട് നെഞ്ച് വിരിച്ചിറങ്ങാം, ഓക്കെ. കുറേ നാൾക്ക് ശേഷം ഒരു എന്താ പറയുക, ഒരു അടിപൊളി പടം കണ്ടു, അല്ലെങ്കിൽ ഒരു നല്ലൊരു കിടിലം പടം കണ്ടു.
സൂര്യ അത്രയും കിടിലായിട്ട് കാണാൻ പറ്റിയ ഒരു മാസി ഫീല്, അല്ലെങ്കിൽ ആ എന്താ പറയുക, പുള്ളിയുടെ ഓറ, പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ്, പുള്ളിയുടെ നടത്തം, പുള്ളിയുടെ ഡയലോഗ്, അതൊക്കെ ഇങ്ങനെ കണ്ട് രസിച്ചങ്ങിരിക്കാൻ പറ്റിയൊരു മൂവി തന്നെയാണ്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വെറുത്തൊക്കെയാണ്, അല്ലാതെ പാഴായി പോകുന്ന ഒരു മലങ്കെട്ട് പടം അങ്ങനെയൊന്നുമല്ല, നല്ല പടമാണ്. പക്ഷേ കുറേ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ എനിക്ക് അങ്ങോട്ട് വർക്കായില്ല, അതാണ് സംഭവം. ഓക്കെ, നിങ്ങൾ പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക. തിയേറ്ററിൽ ഇപ്പോൾ റണ്ണിങ് ആണ്. ഓക്കെ, ബൈ.